രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ നിർണായക സംഭാഷണം പുറത്തുവിട്ട റിപ്പോർട്ട് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത്. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ്. ഗർഭഛിദ്രത്തിന് യുവതി വഴങ്ങിയുമില്ല. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. അതല്ല ചൂണ്ടിക്കാണിക്കും, പിന്നല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നോക്കൂ, ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ അത് വളരുന്നത്? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നത്? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. ആ തന്ത ഉണ്ടോ ഇല്ല, തന്ത ഇല്ലാതെ കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതല്ല ചൂണ്ടിക്കാണിക്കും, പിന്നല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നോക്കൂ, ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ, ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് മറ്റ് വഴികളില്ലാതെ നാണം കെട്ടൊരു രാജിയിലേക്ക് പോകേണ്ടി വരികയായിരുന്നു. അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നോക്കൂ, ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ അത് വളരുന്നത്? അത് താൻ അറിയണ്ട. പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? പിന്നെ എങ്ങനെ അത് വളരുന്നത്? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നത്?